പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായി. കൊല്ലപ്പെട്ടത് ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ നടന്ന US മിസൈൽ ആക്രമണത്തിൽ. ജനവാസ കേന്ദ്രങ്ങളിലേക്കുൾപ്പെടെ ആക്രമണം തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിറാൻ. ആശങ്കയായി നിപ്പയും ഷിഗല്ലയും. കോഴിക്കോട്ട് നിപ്പ ബാധിതനായ യുവാവിന്റെ നില ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ വന്നവരോട് ക്വാറന്റൈനിൽ പോവാൻ നിർദ്ദേശം. സ്ഥിതി വിലയിരുത്തി ഉന്നതതല യോഗം. കൊല്ലത്ത് 2 വിദ്യാർത്ഥികൾക്കും വയനാട്ടിൽ 8 വിദ്യാർത്ഥികൾക്കും ഷിഗല്ല രോഗബാധ. തിരുവനന്തപുരത്ത് 3 വിദ്യാർത്ഥികൾക്കും രോഗം കണ്ടെത്തി. വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട്. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയ വകുപ്പുകളും ഒഴിവാക്കി. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് പോലീസ്. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ 3 തിരുത്തലുകൾ. പത്തനംതിട്ടയിൽ A. പത്മകുമാറിനെതിരായ നടപടി ഉടൻ. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടിയിരുന്നുവെന്നും വിമർശനം. അൻസിബയ്ക്കെതിരെ താരസംഘടന അമ്മയുടെ കടുത്ത നീക്കം. അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി സംഘടനയെ തകർക്കാൻ ശ്രമിച്ചെന്ന് നോട്ടീസ്. സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പ്. എറണാകുളം തേവരപ്പാലത്തിൽ അപകടത്തിൽപ്പെട്ട ലോറി പുറത്തേക്കെടുത്തു. പാലത്തിന്റെ കൈവരി തകർത്ത അപകടമുണ്ടായി. ഡ്രൈവറെ രക്ഷപ്പെടുത്തി. ലോറി പാലത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി. ഫുട്ബോൾ ആരവത്തിലേക്ക് ലോകം. ലോകകപ്പ് ഫുട്ബോൾ നിന്ന് മെക്സിക്കോയിൽ കിക്ക് ഓഫ്. ഉദ്ഘാടന മത്സരം മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ.